കുട്ടിയെ പണി നീങ്ങണില്ലട്ടോ. ഓക്കെ പണിയേ പണി അങ്ങോട്ട് നീങ്ങണില്ല. എത്ര പണിയുണ്ട് ഇനി, അതൊക്കെ പാടെ തീർക്കണ്ടേ? ഞാനിവിടെ കരാറ് പണിക്കാണ് നിൽക്കണത്. അതെ, അല്ലാണ്ട് നിങ്ങൾ പറയുമ്പോ പണിയാൻ എനിക്ക് പറ്റില്ല. ഞാനൊരു പൈസ പറഞ്ഞിട്ടുണ്ട്, ആ പൈസക്ക് നിങ്ങൾ പറഞ്ഞു തന്നിട്ടുള്ള പണി കംപ്ലീറ്റ് ചെയ്യും ഞാൻ. എന്തെങ്കിലുമൊക്കെ ചെയ്യും. അതെ, ഈ പാട്ട് കേൾക്കല് മാത്രം അവര് പണി കൂടി നടക്കാം. അങ്ങനെ പറയരുത്, എനിക്ക് പാട്ട് കേൾക്കാണ്ട് പറ്റില്ല. ഞാൻ പണിയെടുക്കും, അത് കഴിഞ്ഞിട്ട് പാട്ട് കേൾക്കാൻ തോന്നി അതൊക്കെ നിർത്തിയിട്ട് പാട്ട് കേൾക്കും. എൻജോയ് ചെയ്തിട്ടേ എനിക്ക് പണി എടുക്കാൻ പറ്റുള്ളൂ. ശരി, നിങ്ങൾ പോയിക്കോ, നിങ്ങൾ ആരും വിളിച്ചില്ല ഇവിടെ, നിങ്ങൾ പോയിക്കോളി. വർത്താനം പറയണ ചെല്ലേ. അല്ല ശരിയാണ്, പണി നീ കാര്യം പറ്റും. ആയിക്കോട്ടെ. എവിടേക്കെന്റെ പിന്നാലെ വരുന്നേ? പണിയാ പോന്നെ. എന്താ സത്യേട്ടാ, എനിക്ക് മീൻ മേടിക്കണ്ടേ? ഞാൻ നോക്കട്ടെ, അത് നിങ്ങൾ നടക്കി. എന്താന്ന് വെച്ചാല് പാത്രം എന്താ മീന്? സാധനം എന്തൊക്കെയാണ്? കടലിന് നേരെ പിടിച്ച് നേരെ എന്റെ പെട്ടിയിലേക്ക് അങ്ങോട്ട് ഇടും. ഏതാ മീൻ? മീൻ ഏതാണ്? മീൻ ആകോരി, അയക്കൂറ, അയില, മത്തി, കംപ്ലീറ്റ് സാധനം ഉണ്ട്. ആവോലി വേണം. ആകോല 500 രൂപ ഇല്ലു. അത് വേണ്ട, ആവോലി എടുക്കാൻ സത്യേട്ടാ, ഞാരിക്ക് ഭയങ്കര ഇഷ്ടം. അതെ, മത്തിയില്ലേ? മത്തി കുറച്ചേ ഇല്ലു. അത് മതി സത്യേട്ടാ, എന്നും അതല്ലേ അത് വാങ്ങുന്നത്. മതി. ആ മത്തി കൊടുക്ക, മത്തി കൊടുക്കേ. മത്തി കൊടുത്തു. അതല്ലേ പെട്ടപ്പെട്ടൊക്കെ ആകോരിയാണ്. നേരെ പിടിച്ചിട്ട് നേരെ മത്തി മതി എന്നാ പറയുന്നത്. കുറച്ചായിട്ട് മതിയല്ലേ? ആയിക്കോട്ടെ, അത് മതി. എന്താ എടുത്തിരുന്നേ? അതായത് തൂക്കൊന്നും വേണ്ടോ? 4-5 മത്തിയേ ഉള്ളൂ, ഞാൻ അതിനെടുത്തു. 50 ഉറുപ്പിക്കുള്ളതേ ഉള്ളൂ. 50 എത്രണ്ട്? കേട്ടോ, ആവരിക്ക് എന്താ വില? ആകോരിക്ക് 500 രൂപ. 500 രൂപയാണ്. ആ ഒരു കിലോ ആവോലി ഇങ്ങോട്ട് എടുക്ക്. നല്ല ആവോലിയാണത്. 500 രൂപ. 500 രൂപ. അതിനെന്താണ്? ആവോലി അല്ലേ? അല്ല പിന്നെ ഇത് എപ്പോഴും കിട്ടില്ലല്ലോ, ഇവരൊന്നും എപ്പോഴും കൊണ്ടില്ലേ. എപ്പോഴും മത്തിയും ചാളൊക്കെ ആയിലൊക്കെയാണ് കൊണ്ടുവരുന്നത്. അതായത് നഷ്ടാണ്. അത് കുഴപ്പമില്ല, എടുക്കുക. അതൊന്നും എനിക്ക് കുഴപ്പമില്ല. ഞാൻ വരുമ്പോ ഒരു 3 എണ്ണം എടുത്തിട്ട് ഒറ്റ തുള്ളി നടന്നിട്ട് കുളത്തിലേക്ക് പോയി. 100 അധികം ഉണ്ട്. 100 രൂപ കുഴപ്പമില്ല. എന്റെ 500 സത്യേട്ടൻ തരും കേട്ടോ. പണിക്ക് തരുന്ന കൂലിന്ന് 500 കുറച്ചിട്ട് എനിക്ക് തന്നാൽ മതി. 500 അടുത്ത പ്രാവശ്യം വരുമ്പോ മൂപ്പർക്ക് കൊടുത്താ. ശരി, എന്നാൽ ഞാൻ മീൻ കൊണ്ടുവച്ചിട്ട് വരാം സത്യേട്ടാ. അല്ലാണ്ട് പിന്നെ മീൻ മേടിച്ചില്ലേ, ഇത് കറി വെക്കണ്ടേ? ഇവിടെ പണി മാറ്റി ചെല്ലുമ്പോഴേ നല്ല ആവോലി കറി കൂട്ടി ഊണ് കഴിക്കാലോ. അല്ലടാ കുട്ടാ, അപ്പൊ പണിയണ്ട ഇവിടെ. ഞാനല്ലേ പണിയാണ്, നിങ്ങക്ക് എന്താണ്? ഞാൻ കരാറ് പണിയാണ് എടുത്തിരിക്കുന്നത്. ഞാൻ പണി തീർത്തരാന്ന്. പിന്നെന്താ നിങ്ങക്ക്? അതഞ്ച് വർത്താനം പറയണ്ട. ശരി ശരി ശരി. ഇന്നിപ്പോ ഇതൊക്കെയാണ് പോലെ സാജിയെ. ചാള നാടനാ. ഞങ്ങള് വീട്ടിൽ പോയിരുന്നു. അതെന്തേ? അപ്പൊ പറഞ്ഞ കവലയിലേക്ക് വന്നു എന്ന് പറഞ്ഞു. ഇത്തിരി മീൻ മേടിക്കാനേ. എന്തായിരുന്നു? ഒരു ജീവകാരുണ്യ പ്രവർത്തനമായിട്ട് ഇറങ്ങിയതാ. അപ്പോഴും ഉണ്ടാത്. പൊതുപ്രവർത്തകർക്ക് അതൊക്കെ അല്ലേ ചെയ്യാനുള്ളത്. അതെ അതെ അതെ. പ്രാവശ്യം എന്തിന്റെ? കുറെ മിണ്ടാപ്രാണികൾക്ക് വെള്ളം കൊടുക്കാന്ന് വെച്ചു. വയ്യാത്ത ആൾക്കാരോ? അല്ല, മിണ്ടാപ്രാണികൾ. അതായത് കുറച്ച് പറവകളുണ്ടല്ലോ, പറവകൾ. പറവകൾക്കൊരു തണ്ണീർക്കുടം. നമ്മള് പറന്ന് നടക്കുന്ന കാക്ക, മൈന, തത്ത, പൂച്ച, പൂച്ചൻ, അപ്പൊ അങ്ങനെയുള്ള പക്ഷികൾക്ക് കുടം മേടിച്ചു കൊടുക്കുക. അല്ലല്ല, വെള്ളം കൊടുക്കുക. കുടത്തിൽ വെള്ളം കൊടുക്കുക. ശരി. എന്നിട്ട് അതിൽ എഴുതി വെക്കും, പറവകളെ നിങ്ങൾക്കുള്ള ദാഹജലം ഇതാ. പറന്ന് വന്ന് അവിടെ കാരണം അക്ഷരാഭ്യാസം ഉണ്ടാവുകയും ചെയ്യും, സാക്ഷരതൊക്കെ നേടി. അപ്പൊ അവർക്ക് അതുപോലെ അവിടെ വന്ന് കുടിച്ചിട്ട് വെക്കും. അവര് വായിച്ചിട്ട് കുടിക്കും. നടക്കണില്ല. എന്തൊക്കെ നിങ്ങൾ കൊടുക്കണേ? ഓരോ ദിവസം ഓരോ മെനു ആണ്. ജ്യൂസ് ഐറ്റംസാ. ജ്യൂസാണ് കൂടുതൽ. ജ്യൂസാ കൊടുക്കണേ. ആപ്പിൾ ഉണ്ട്, മൊസംബി ഉണ്ട്, ഓറഞ്ച് ഉണ്ട്, പൈനാപ്പിൾ ഉണ്ട്, ഗ്രേപ്സ് ഉണ്ട്. പിന്നെ ഇടയ്ക്ക് ഒരു ദിവസം പാവയ്ക്കും വരും. പാവക്ക ഇഷ്ടാണോ? അല്ല, എല്ലാ വൈറ്റമിനും ഇത് നിങ്ങൾക്ക് ചെല്ലണമല്ലോ ശരീരത്തിലോട്ട്. കൊടുക്കില്ല ആ നിരക്ക്. മൊത്തത്തിൽ ഇത് കഴിയുമ്പോ ഒന്നങ്ങോട്ട് നന്നാവുമല്ലോ. അല്ല പക്ഷികളേ, അതെ, പഞ്ചായത്തിൽ ഇങ്ങനെ പറന്ന് നടക്കണ സന്തോഷം കൊണ്ട്. അതെ 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 അതെ, നല്ലൊരു തീരുമാനം തന്നെയാണ്. ഇപ്പൊ അതാണ്. ഇപ്പൊ ഏത് പാർട്ടിയിലാ? ഇപ്പോ ഏതിരാ? 4-5 പാർട്ടി നിന്നു. ഒന്നും ശരിയല്ല. അല്ല, ഒന്നും അങ്ങനെ സ്ഥിരം നിൽക്കില്ല. അഴിമതി കണ്ട ഞാൻ എപ്പോഴും അങ്ങനെ ഇപ്പൊ ഏറ്റവും അവസാനം ഞാൻ തീരുമാനിച്ചു സ്വന്തമായിട്ടൊരു പാർട്ടി. നന്നായി. അങ്ങനെ ഇപ്പൊ
മന്മഥൻ യു. മന്മഥൻ യു. യു കറക്റ്റാ അതായത് യുണൈറ്റഡ്. അല്ല ഞാൻ ചോദിക്കട്ടെ, ഇതേമാതിരി മിണ്ടാപ്രാണികളായിട്ടുള്ള ഈ ഉറുമ്പ്, ചീവീട്, പൂമ്പാറ്റ അങ്ങനെ ആ ജാതി അങ്ങനെയുള്ള കോയക്ക ഈ ഉറുമ്പ് ചീവീടിനൊക്കെ ഏത് സമയം വേണേലും നമ്മളെ വീട്ടിൽ വന്ന് കയറിക്കൂടെ? നമ്മുടെ വീട്ടിൽ ഇരിക്കുന്ന ബേക്കറി സാധനങ്ങൾ തിന്നൂടെ? ഈ പറവർക്ക് വീട്ടിൽ കയറാൻ പറ്റുമോ? അങ്ങനെ വരാത്തവർക്ക് നിങ്ങൾ എത്തിച്ചു കൊടുക്കുക. വെള്ളം കുടിച്ച് അപ്പം ചാവും. ശരി, അങ്ങനെയാണല്ലേ? അങ്ങനെ എത്തിച്ചു കൊടുക്കുക. സർക്കാരില്ല, നല്ല തീരുമാനം തന്നെയാണ്. അപ്പൊ പഴയ പോലെ ബക്കറ്റ് ഒന്നും നോക്കല്ലോ, അതില്ല. ഹൈടെക് ആണ്. ഇതെന്തായി? ഇതിപ്പോ സ്കാനിങ് ഗൂഗിൾ പേ. ഇതിപ്പോ എന്റെ നെഞ്ചത്ത് കെട്ടി തൂക്കിയൊക്കെ ഇജപ്പ ATM. ആയിക്കോട്ടെ ആയിക്കോട്ടെ, അപ്പൊ ഞാൻ തരാം. ഇങ്ങോട്ട് വായോ എന്റെ നെഞ്ചിങ്ങോട്ട് കൊണ്ടോ. നെഞ്ചിലേക്ക് അങ്ങോട്ട് ചെല്ലട്ടെ മുതല്. അതെ, ഇച്ചാ മതി. അയച്ചിട്ടോ? അയച്ച്. 2000 കണ്ടാ? അതോട്ടെ. എത്ര? 2000 രൂപ. എന്ത്? 200. 2 രൂപ. എന്താണ്? 2 രൂപ ഒരു തത്തക്കും ഒരു മൈനക്കും. എന്റെ വക ഒരു നേരത്തേക്കുള്ള ഭക്ഷണം എടുത്തോളി. മൈനും തത്തക്കല്ലേ വെള്ളം കുടിക്കാൻ എന്തേലും 2 അരിമണി കൊടുക്കണം, അല്ലാണ്ട് എന്താണ് അവർക്കും വേണ്ട ജീവിക്കാം. എന്നാ ശരി, വേറെ ആൾക്കാരുണ്ടാക്കാൻ പോയി നോക്കിയോളി. ഇന്നലെ ഇവരെ വീട്ടിൽ കള്ളന്മാർ എല്ലാം കൊള്ളായിരിക്കും. പരിചയമുള്ള തത്തയും മൈനൊക്കെ ഉണ്ട്. ഞാൻ ചോദിക്കും അവറ്റക്ക് കിട്ടിയോന്ന് കേട്ടോ. നിങ്ങൾ വല്ല മരം കൊത്തിയോളെ കൊണ്ട് കൊത്തിച്ച് കൊല്ലിക്കും ഞാൻ ആമിക്കങ്ങളെ. അങ്ങനെ തെണ്ടി തിന്നാൻ കുറെ എണ്ണം. എന്നാ പറ്റുന്ന തണ്ടല് നിൽക്കണം, എന്നാ ഈ നാട് എന്നാവുള്ളൂ. അതോ എന്റെ കാലിങ്ങനെ ഇരിക്കുമ്പോ ചന്തിമ ഒന്ന് കടിച്ച അന്ന ഞാൻ ഇടിച്ച് ചതച്ച് കള്ളനായി ഞാന്. എന്താ മനസ്സിലാക്കിയേ? ഈ പടിമറം കയറിച്ച് കൊല്ലും ഞാന്. രാഘവ വായോ, അന്നല്ല അങ്ങോട്ട് വായോ. വാ. കൊതുകേ ശല്യം ചെയ്തിട്ട് സ്വസ്ഥത ഇല്ല എന്റെ രാഘവ. ഞാൻ വിചാരിച്ചു എന്നോടാ പറയുന്നു. ഞാനെങ്ങനെ അന്തിച്ചിരിക്കുന്നു. അന്ന ഞാൻ അങ്ങനെ പറയില്ലല്ലോ. എന്താ ചെയ്യാ? ഭയങ്കരം തന്നെയല്ലേ? എന്തെന്നാ പറഞ്ഞ ഇങ്ങനൊരു ശല്യം സഹിക്കാൻ പറ്റിയ മനസ്സിലാവുണ്ടോ? അതൊക്കെ എത്ര തിരി ഞാൻ കത്തിച്ചു വെച്ചിട്ടുണ്ടോ? ഞാനെന്നാ പറയാൻ നിൽക്കുന്നു. ആ തിരി ഉണ്ടല്ലോ, അത് ഇവർക്ക് ഇരിക്കാനുള്ള താവളായിട്ടപ്പ അവര് കണക്കാക്കുന്നത്. കത്തി വരുന്നോടത്തുനിന്ന് മാറി മാറി ഇരിക്കുക തിരിയുടെ മുകളിലേ. പിന്നെ അത് കത്തിച്ചിട്ട് എന്താ കാര്യം? അങ്ങനെ ഓരോന്നിനെ കൊന്നിട്ട് കാര്യമില്ല കോയക്ക. അതിന്റെ ഉറവിടത്തിൽ അതിനെ നശിപ്പിക്കണം, എന്നാലും ഇത് പോകൂലൂ. നമ്മളെ പ്ലാക്കല തോടില്ലേ? ആ തോട് കിടക്കണ കിടപ്പ് കണ്ടോ? നമ്മളൊക്കെ കുളിച്ചേരുന്ന സ്ഥലാണ്. അതിന്റെ കോലപ്പ കണ്ടാല് ദുനിയാവിലുള്ള സകലമാന സാധനങ്ങളും അതിലുണ്ട്. അതാ ഞാൻ പറഞ്ഞ ആടെ നശിപ്പിക്കണത്. അതാ പറഞ്ഞ. അപ്പൊ ആ തോട് വൃത്തിയാക്കണം. ഞാനിപ്പോ അതിന് പഞ്ചായത്തിൽ ഒരു പരാതിയായിട്ട് ചെല്ലണം എന്ന് വിചാരിച്ചിട്ട് ഇരിക്കാണ്. അതെ, ഞാൻ വരാം. ചെയ്യണം. ആ കള്ള നായി ഉണ്ടല്ലോ മന്മഥൻ, ഓനെ ഓട്ടോ കൊടുത്ത് ജയിപ്പിച്ചല്ലേ നമ്മള്. ആഴ്ചയിൽ ഒരു തവണയിലും ഇവിടെ വന്നെന്ന് കാര്യം അന്വേഷിക്കണ്ടേ? ഞാൻ 1-2 തവണ അവരോട് പറഞ്ഞേ. കേട്ട ഭാവല്ല. അപ്പൊ ഞാനിപ്പോ എന്ത് ചെയ്ത് പാവൊന്നും നോക്കാൻ നിക്കണില്ല. നമ്മുടെ ഉണ്ണിയില്ലേ, ഉണ്ണീനോട് ഞാൻ പറയാം, നമ്മളെ പോസ്റ്റ് ഓഫീസിന്റെ അടുത്തുള്ള പറമ്പില് കുട്ടി എജ്ജപ്പ ഒന്നും നോക്കണ്ട, നമ്മുടെ പറമ്പൊന്നും വന്ന് വൃത്തിയാക്കിയാണ് എന്ന് പറഞ്ഞ അവനെ പേൽപ്പിച്ചേക്കാ. ഓനൊരാടെ അങ്ങാടിയിൽ തിരിഞ്ഞു കളിക്കുന്നുണ്ട്. ആരും ഉണ്ണിയോ? ഓന്നിപ്പോ എന്റെ പറമ്പിൽ പണിക്ക് കാണുന്നേ. ഞാനിപ്പോ ഒരു പാണയാട് ടൗണിലാണ്. ഇങ്ങനെ എന്താ ഈ പറയണേ? ഓനല്ലേ? കൊത്തിയെടുത്ത് മണ്ണങ്ങോട്ട് എടുത്തിടാതെ വേറെ സ്ഥലത്ത് കൊത്ത്. 5 കൊല്ലത്തേക്ക് നീ വളപ്പിൽ ആരും പണിയെടുക്കണ്ട, അത്രക്ക് വൃത്തിയാക്കണം. എന്റെ കോയൊക്കെയാ. പണി നിർത്തേണ്ട സമയമായി തുടങ്ങി. വേഗം കൊത്ത്. അങ്ങനെ കൊത്ത്. അങ്ങനെ തന്നെ. ഉണ്ണിയാ എന്റെ ഫോണ് ബെല്ലടിക്കണം. ആത്മാർത്ഥമായി പണിയെടുക്കാൻ ആരും വിടൂല. അതാ ഇവിടുത്തെ പ്രശ്നം. കോയക്ക. കോയക്ക
എടാ ഉണ്ണിയേ ഇജ്ജ് എവിടെയാണ്? എവിടെയാതാ നിങ്ങളെ പറമ്പില് ഞാൻ പണിയെടുക്കല്ലേന്ന് കോയക്ക. എന്റെ പറമ്പിലോ? എന്റെ ഏത് പറമ്പില്? നിങ്ങളെ പറമ്പില്. എന്റെ പറമ്പിൽ നിന്നിട്ടപ്പ ഞാൻ എന്നെ വിളിക്കണത്. ഞാൻ നിങ്ങളെയും കാണുന്നില്ലടാ. ഇജ്ജെങ്ങനെ കാണാച്ച എന്റെ പറമ്പിൽ ഉണ്ടായാലല്ലേ എന്നെ കാണാ? ദജ്ജാലേ എന്റെ കോയക്ക ഞാൻ നിങ്ങളെ പറമ്പിലല്ലേ പണിയെടുക്കുന്നത്. ഇജ്ജ് കുടിച്ചിട്ടുണ്ടോ? ഞാൻ വെള്ളടി ഇന്നുപോലും നിർത്തിയില്ല കോയക്ക. വെള്ളം അടിച്ചിട്ടാ. ഇല്ലാന്നോ? ഇജ്ജ് കുടിച്ചെന്റെ മണം വരണ്ടേ എനിക്ക്. പിന്നെ എങ്ങനെ ഇജ്ജ് കുടിച്ചിട്ടില്ല പറഞ്ഞേ? എന്റെ വായ കോയെന്ന് കണ്ടാൽ അറിയില്ലേ? ഇയ്യ് വേടെ ചങ്ങായി ഇയ്യ് 1,500 ഉറുപ്പ്യ എനിക്ക് വേണമെന്ന് പറഞ്ഞപ്പോ അങ്ങടെ അപ്പ വെച്ച് നീട്ടി തന്നല്ല എനിക്ക് ഞാൻ അല്ലേ? അള്ള നായി ഇയ്യ് അതുകൊണ്ട് കള്ളും കുടിച്ചിട്ട് പിന്നെ ഈ പണിക്ക് വരില്ല എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? എന്റെ വേസം കെട്ട് ഇന്നെ കൊണ്ട് ഇറക്കിണ്ട മര്യാദക്ക് ഇജ്ജ് ഇവിടെ പണിക്ക് വന്നാൽ ഇന്റെ കൈ ഇടന്നോ അല്ലെങ്കിൽ അല്ല നിങ്ങള് കോയക്കാരന്റെ പറമ്പിന് കുറച്ചല്ലേ മതിരി അടുപ്പിച്ച്. എന്നാ ഇത് കോയക്കാരന്റെ പറമ്പല്ല. സംഗതി എന്തായാലും പ്യാരേ ഈ എത്തവണ ചെയ്ത കച്ചവടം ഉണ്ടല്ലോ അതൊരു 1.5 കച്ചവട. സംഭവം വെട്ടി തൂക്കിയപ്പോ ഉണ്ടല്ലേ എന്താ തിരക്ക്. അലുവാ കഷ്ണം പോലെ ഇരുന്നേക്ക് ഇറച്ചി. അസല് സാധനം ഇന്നിട്ട് പോന്ന് പറഞ്ഞിട്ട് ഇറച്ചി അവിടെ. എന്തൊരു കഷാ പെണ്ണിപ്പൊ കൊണ്ടുവരേണ്ടത്. ആമിനാ തിയേറ്ററിലൊന്നും ഒന്നും കൂടി വിളിക്കുക. ആമിനാ ചെന്നെ പിടിച്ചിട്ടുണ്ടെന്ന് നിക്കടെ ശബ്ദം കേട്ടിട്ട്. എത്ര വിളിച്ചാലും വരില്ല. ഒഴിച്ചോ അങ്ങടെ കൂട്ടി അങ്ങടെ പൊട്ടും ബീഫും കൂടി അങ്ങോട്ട് കൂട്ടി മതിയെത്താ കായ്ക്കടവായ സ്ഥലല്ലേ? ഞാൻ കഴിച്ചോ. അവിടെ ഞാൻ കഴിച്ചോട്ടെ. പപ്പടം കൂടി വേണ്ടായിരുന്നു. അവർക്ക് വെച്ചു കൊടുക്കാം. ഒരു കഷ്ണം പൊട്ടും കൂടി കഴിക്കും. കോഴിച്ചങ്ങട് കഴിക്കും. പോലീസ് ജീപ്പ് പറഞ്ഞിട്ടുണ്ടല്ലോ കോയക്കങ്ങാട്. എന്താ സാറേ? ആരാ കോയ? കോയ അമ്മളാണ്. നിങ്ങൾ രണ്ടാളും കോയാണോ? അല്ല ഞാൻ ഒറ്റക്ക്. ഓ ഈ മുഹമ്മദ് പ്യാരി ആരാ? അത് ഞാനല്ല. താനല്ലെന്ന് എനിക്കറിയാം. ആരാന്നാ ഞാൻ ചോദിച്ചാ? മുഹമ്മദ് ഭാര്യ ഇതാണ് ഒറ്റക്ക്. നിന്റെ ഭാര്യ ആമിനും ഒറ്റക്ക്. തമാശക്കാരനാണല്ലേ? അല്ല സാറ് അറിവുകാരനാണ്. തമാശക്ക് ഇഷ്ടല്ല. നിർത്തടാ. നീ ഇന്നൊരു പോത്തിനെ മേടിച്ചാടാ? ആ ഇടക്കിടക്ക് മേടിക്കലുണ്ട് സാറേ. പോത്തിന്റെ കച്ചവടാണോ എനിക്ക്? നീ മിണ്ടരുത്. നിന്റെ അടുത്ത് ചോദിക്കുമ്പോ നീ മിണ്ടിയാ മതി കേട്ടല്ലോ. എന്താ സാറേ ഇപ്പൊ അങ്ങനൊക്കെ പറയണത്? ആ പോത്തിന്റെ ഒരു കാതിൽ കടുക്കനുണ്ടായിരുന്ന? ഉണ്ടായിരുന്നു സാറേ. ഉണ്ടായിരുന്നോടാ? എന്തായിരുന്നു സാറേ? അതിപ്പോ എന്ത് ചെയ്തു? അത് ഇവിടെ ഉണ്ട്. സുക്കൂറാണോ ബഷീറാണോന്ന് അറിഞ്ഞൂടെ. ഇന്ന് അടുത്ത് കൂട്ടാൻ പറ്റി സാറ് തിന്നു. എന്താ കാട്ടിന് എന്റെ ഉമ്മർത്തുന്നത്? അല്ല സാറേ എന്താ എന്റെ ഉമ്മർത്തോടെ ചെങ്ങായി എന്റെ വായെന്ന് പറഞ്ഞ എന്റെ വേഷം അനുസരിച്ചുള്ള വർത്താനല്ലോ. ഇയാള് ചോദ്യം ചെയ്യും. സാറേ എന്താ സംഗതി? ഞങ്ങൾക്കൊന്നും പിടുത്തം കിട്ടിയില്ല അപ്പൊ അത്. 14,000 രൂപ കൊടുത്ത് മേടിച്ചതാണ്. നീ എവിടെന്നാ മേടിച്ചു? നമ്മുടെ ഒരു സുഹൃത്ത്. പേരില്ലടാ. ആ പേര് പറയടാ. സത്യശീല. ഈ സത്യശീലൻ എന്ന് പറയണവന് മോഷണമാണ് പരിപാടി. അല്ല ഓനക്ക് അവിടെ മൂപ്പര് വില്ലേജിലല്ലേ പണി? വില്ലേജിൽ എന്തോ പണിയാന്തോ. വില്ലേജിൽ എന്ത് പണിയാടാ ഉള്ളത്? വില്ലേജിൽ എന്തോ ചെറിയ വില്ലേജ് ഓഫീസറാണെന്ന് തോന്നുന്നുണ്ട്. എന്താണ് മൂപ്പര് അവിടെ? എന്താ സംഗതി എന്ന് പറയണില്ലല്ലോ ഇപ്പോഴും. അതല്ല ഇപ്പൊ കുടുങ്ങിയത്. ഇന്നാള് പഞ്ചസാരയെ കൊണ്ടുവന്ന് തന്നില്ലേ കോയക്ക? ആ സാറ ഈ ചെങ്ങായി ഇടക്കിടക്ക് ഓരോ സാറിന് കൊണ്ട് ഇപ്പൊ 10 കിലോ പഞ്ചസാര കഴിഞ്ഞ ആഴ്ച കൊണ്ടുവന്നു. വില കുറവിനാണ്. അപ്പൊ ഞാൻ മേടിച്ചു വെച്ച്
പിന്നെ ഒരു പ്രാവശ്യം മൂപ്പര് 25 കിലോ കുരുമുളക് കൊണ്ടതാ. ഞാൻ ഇക്കെന്തിനാ 25 കിലോ കുരുമുളക്? ഇവിടെ 250 കുരുമുളക് ഉണ്ടെങ്കിൽ 3 മാസം എടുക്കും. അപ്പൊ ഞാൻ പറഞ്ഞു അത് ഇവിടെ ആവശ്യമില്ല പറഞ്ഞു. അത് വേറെ ആർക്കോ ഞാൻ ഏൽപ്പിച്ചു കൊടുത്ത് അത് കൊണ്ടുപോയി കൊടുത്തിരുന്നു. അങ്ങനെ ഇടക്കിടക്ക് സാധനങ്ങൾ കൊണ്ടുവരലുണ്ട് ഇവിടെ. പോത്തിനെ മേടിച്ചത് ഓൻ്റെ അന്ന് ഇജ്ജ് പറഞ്ഞില്ലല്ലോ. അല്ല ഞാൻ പറയാൻ വേണ്ടി അപ്പോഴേക്കും സാധനം പറച്ചിൽ നിർത്തിക്കോ. എന്തായാലും ഇത് കൊണ്ടുവന്നവനും വാങ്ങിച്ചവനും എല്ലാം അകത്താവും. എന്തിനാ ചങ്ങായി സാറേ നിങ്ങൾ വന്ന് എപ്പോഴൊന്നും കാട്ടരുത് കേട്ടോ. നിങ്ങളൊക്കെ വലിയ പോലീസുകാർക്ക് എറിച്ചു കൊടുക്കണ ആളാണ് ഞാൻ. അതുകൊണ്ട് എന്താ വെച്ചാൽ ഞങ്ങൾ കുടുംബമായിട്ട് ജീവിക്കണ സ്ഥലമാണ്. ഇവിടെ പോലീസുകാർ വന്നാൽ ഞങ്ങക്ക് നാണക്കേടുണ്ട്. മോഷണത്തിൽ വാങ്ങിച്ചിട്ട് നീ വലിയ ന്യായം തെറ്റ് ചെയ്തില്ലെങ്കിൽ ശിക്ഷിച്ചോളി. അല്ലാണ്ട് ഇവിടെ അത് ഞാൻ നിങ്ങൾ ചോദിക്ക് സാറേ. എപ്പോഴാവും അറിയണില്ലല്ലോ. എടാ സതീശൻ ഇവിടെ 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 ഞങ്ങളുടെ ഒരു 750 മീറ്റർ ചെല്ലുമ്പോ ഒരു അമ്പലമുണ്ട്. ആ തിരുവിലി തന്നെയാണ്. നിനക്കാ വീട് അറിയാവോ? എനിക്കറിയാം. എന്നാ വന്ന് കാണിച്ചേവാ. ഞാൻ പറഞ്ഞ സാറേ ഞാൻ പറഞ്ഞെന്ന് പറഞ്ഞാൽ മതി. അതിന്റെ വീടിന്റെ ഉമ്മർത്താണ് വേളുണ്ടാക്കണേ. അതെ ഞാൻ വിളിക്കുമ്പോ സ്റ്റേഷനിൽ വന്നോളാം. പിന്നെ ഇറച്ചി വെട്ടാ നീ വേറെ ആളെ നോക്കിക്കോ. എന്താ താരങ്ങള് വെറുതെ വെള്ളം ഉണ്ടാക്കി പോണേ? ഒരു മാന്യ മര്യാദ ഇല്ലാണ്ട്. അതെ ഓരോ ശനിയാഴ്ച ഇങ്ങോട്ട് വിടണട്ടോ. ഞായറാഴ്ച അറവുള്ളാണ്. ഓരോരോ പണികള് കാട്ടിവിട്ടണ ആ ചെക്കനെ കൊണ്ടാവേണ്ട വല്ല കാര്യം ഉണ്ടപ്പയിന്. ഓരോന്നെ വീട്ടിൽ വെച്ച് ചിന്നെ വിളിക്കണട്ടോ. അല്ല പിന്നെ ഞാൻ കൂട്ടാൻ കൂടെ എടുക്കേ. വേഷം നട്ട് പാടില്ല. ഓർക്ക് കിട്ടോ തിന്നാനും പറ്റില്ല. ഹാമിക്കങ്ങൾ കാട്ടണ ഓരോ പണി ആലോചിച്ച് നോക്ക്. അല്ല അസല പോത്തായിരുന്നു. ആ പാവത്തിന് തിന്നാൻ പറ്റിയില്ല. അതിന് തിന്നാൻ പറ്റിയില്ല. വാ
ഏ